നമ്മുടെ കോളേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഉടുപ്പി ബീച്ചിലാണ് കേട്ടോ. നമ്മളിവിടുന്ന് ബോട്ട് കയറി നേരെ വിടുന്നത് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 28 പേരും കൊണ്ടാണ് ഒരു ബോട്ടേ പറ്റുള്ളൂ. നമ്മളങ്ങനെ കൂടെയുള്ളവരെല്ലാം ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ കാണാൻ. നമ്മളിനി നേരെ കടലിൻ്റെ നടുക്കൂടെയാണ് പോകാൻ പോകുന്നത്. ബോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് മറിയുമെന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാനങ്ങനെ പുറത്തങ്ങനെ ആരോടും പറഞ്ഞൊന്നും. അങ്ങനെ നമ്മൾ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കുറേ പാറക്കൂട്ടം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സംഭവം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേ ബാക്കി അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല കേട്ടോ. നല്ല മൈഗ്രെയിനും എല്ലാ ക്ഷീണവുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കണ്ടോ, ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മുടെ 2 മച്ചാന്മാരവിടെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ സെൻറ്റ് മേരീസ് ഐലൻഡിലെ തിരയിളക്കമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വൈബാണ്. അപ്പോൾ ഈ കൂടെ നിന്ന് നമുക്ക് കുറേ ശംഖും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. ശംഖ് മീൻസ് ചെറിയ ഷെല്ലുണ്ടല്ലോ, നമ്മുടെ കക്ക എന്നൊക്കെ പറയും, ആ സാധനം. നമുക്കിവിടെ നിന്ന് ഒരുപാട് പെറുക്കിയെടുക്കാൻ പറ്റി. ഈ കാണുന്നതാണ് കേട്ടോ സംഭവം. പല ഡിസൈൻസിലുള്ള പല വെറൈറ്റി ശംഖുകളുണ്ട് ഇവിടെ. ഇതൊരു ഷെൽ ഐലൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും കേട്ടോ. അതുകൂട്ട് വൈബാണ് ഇവിടെ.